അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തിനുള്ള ചായക്കുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പയറ്, കുമ്പളം, ചീര ഇതിൻ്റെ മൂന്നിൻ്റെയും ഇല എടുത്തത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 1 കിലോ സവാള എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം മൈദ, കടലമാവ്, അരിപ്പൊടി ഈ മൂന്നും നമ്മൾ സമം ചേർത്ത് 2 കയ്യിൽ വീതം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് നമുക്കൊരു ലേശം അപ്പസോഡയും ഉപ്പുമാണ്. അപ്പസോഡയും ഉപ്പും നമ്മൾ ഇട്ടതിന് ശേഷം ആവശ്യമുള്ളവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. എരിവിനും അതിൻ്റെ ഒരു കളറിനും നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നല്ല എണ്ണ ചൂടാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യാം, ഇത് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പെങ്ങളൂട്ടി പോയിട്ട് നല്ല മൈസൂരിപ്പഴം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതും തട്ടി. നാട്ടിൽ വന്നാൽ എങ്ങനെയാലും വയറിന് കുശാലാണ്. ഇപ്പോൾ ഇതവിടെ പായസം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പായസമായിരുന്നു, നല്ല ഗോതമ്പ് പായസം. നമുക്ക് പേടിയുള്ളൂ, 550 ഷുഗറുള്ള എൻ്റെ ഉമ്മ കൂളായി നിന്നിട്ട് കുടിക്കുന്നുണ്ടില്ലേ. എങ്ങനെയാലും അതിൻ്റെ ഇടയിൽ നമ്മളെ എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും കരിയാതെ വറുത്തെടുക്കണം. വൈകുന്നേരങ്ങളിലൊക്കെ പുറത്തുനിന്ന് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ കാണാനൊരു ലുക്കില്ല എന്നുള്ളൂ കേട്ടോ, ടേസ്റ്റിൽ ഭയങ്കര അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്. പിന്നെ നമ്മളെല്ലാവരും നല്ല ചായ സുലൈമാനിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.